കാരണം ഒരു കണ്ടിന്യൂറ്റി വേണം. അതിനുവേണ്ടി അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് അവർ ഫിഫ്ത് മൊഡ്യൂൾ, വാട്ടർ കെമിസ്ട്രി ആൻഡ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. There are two types of water based on the presence of some salts. The വാട്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. What is hard water? It does not lather with soap. Hard water does not lather with soap. It forms a precipitate. Soft water lathers with soap. എന്തുകൊണ്ടാണ് ഈ ഹാർഡ് വാട്ടർ സോപ്പുമായിട്ട് ലാതർ ഫോം ചെയ്യാത്തത്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് സം സോൾട്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. നമ്മൾ പറയില്ലേ സോപ്പ് വെള്ളത്തിൽ പതയുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് കാൽഷ്യം മാഗ്നീഷ്യം സോൾട്സ് ഇൻ ദ വാട്ടർ. And there are two types of hardness, temporary hardness and permanent hardness. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഹാർഡ്നെസ് എന്താണ്, സോഫ്റ്റ് വാട്ടർ എന്താണ്, ഹാർഡ് വാട്ടർ എന്താണ്? ഹാർഡ് വാട്ടർ രണ്ട് ടൈപ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ വൈവയ്ക്ക് ചോദിക്കുന്ന പറഞ്ഞിരുന്ന പോർഷൻസ്. അറിയാവുന്നതല്ലേ? സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ കേട്ടോ. അറിയാവുന്നതാണോ അല്ലയോ? Okay. Then, what do you mean by hardness? It is a chemical property of water. Hardness prevents lathering of soaps. Soap വാട്ടറുമായിട്ട് lather form ചെയ്യുന്നില്ല. And it is due to soluble bicarbonates, chlorides and sulfates of calcium and magnesium. എന്തുകൊണ്ടാണ് വാട്ടറിന് ഹാർഡ്നെസ് എന്നുള്ള ആ പ്രോപ്പർട്ടി വരുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സോല്യൂബിൾ ബൈകാർബണേറ്റ്സ്, ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. ഡ്യൂ ടു കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്സ്, കാൽഷ്യം സൾഫേറ്റ്സ്, magnesium bicarbonates, magnesium chlorides and magnesium sulfates. These salts are dissolved in the water. Due to these salts, water possesses hardness and it does not form lather with soap. That is hardness of water. Then how can we classify hardness? How can we classify hardness? There are two types of hardness, temporary hardness and permanent hardness. Temporary hardness is due to presence of bicarbonates of magnesium and calcium. Temporary hardness is caused by bicarbonates of magnesium and calcium. Magnesium bicarbonate and calcium bicarbonate cause temporary hardness. അവിടെ നമ്മൾ പറഞ്ഞില്ലേ ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന സോൾട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ഏതൊക്കെ സോൾട്സ് ആണ് ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്, ഏതൊക്കെ സോൾട്സ് ആണ് പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. ആ രണ്ട് സോൾട്സിനെയും നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. കാരണം അതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലത്തിൽ ആ വാട്ടർ സാമ്പിളിലുള്ള ടെമ്പററി ഹാർഡ്നെസ് എത്രയാണ്, പെർമനന്റ് ഹാർഡ്നെസ് എത്രയാണ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഏതൊക്കെ സോൾട്ട് കൊണ്ടാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നത്, ഏതൊക്കെ സോൾട്ട് കൊണ്ടാണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ് എന്ന്
ഏതൊക്കെയാണ് സോൾട്സ് എന്ന് നോട്ട് ചെയ്യാം. And temporary hardness can be removed by boiling and Clark's method. Permanent hardness is due to the presence of chlorides and sulfates of magnesium and calcium. Permanent hardness is due to magnesium chlorides, magnesium sulfates, calcium chlorides and calcium sulfates. ആ 4 സോൾട്സിന്റെ പ്രസൻസ് ആണ് പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? മാഗ്നീഷ്യം ക്ലോറൈഡ്സ്, മാഗ്നീഷ്യം സൾഫേറ്റ്സ്, കാൽഷ്യം ക്ലോറൈഡ്സ് ആൻഡ് കാൽഷ്യം സൾഫേറ്റ്സ്. We can remove permanent hardness by Kalgan's process, ion exchange method തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പെർമനന്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ആണ്. എങ്ങനെയാണ് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡിലൂടെ ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുന്നത്? ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്? ക്ലിയർ ആണോ? സോ 2 കോമ്പൗണ്ട്സ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാക്കുന്നു. മാഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് ആൻഡ് കാൽഷ്യം ബൈകാർബണേറ്റ്സ്. 4 കോമ്പൗണ്ട്സ്, 4 സോൾട്സ് പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നു. മാഗ്നീഷ്യം ക്ലോറൈഡ്സ്, മാഗ്നീഷ്യം സൾഫേറ്റ്സ്, കാൽഷ്യം ക്ലോറൈഡ്സ് ആൻഡ് കാൽഷ്യം സൾഫേറ്റ്സ്. ആ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതിന്റെ ഫോണ്ടിന് അത് റീഡബിൾ അല്ല. യൂണിറ്റ്സ് ഓഫ് ഹാർഡ്നെസ്. ഏതൊക്കെ യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഹാർഡ്നെസ് പറയുന്നത്? അല്ലെങ്കിൽ ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പാർട്സ് പെർ മില്യൺ, ppm. പാർട്സ് പെർ മില്യൺ, ppm. എല്ലാം സ്മോൾ ലെറ്റർ ആണ്. ppm. എന്താണ് ഈ ppm? It is defined as the number of parts of calcium carbonate equivalent hardness present in 10⁻⁶ parts of water. പാർട്സ് പെർ മില്യണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്സ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് പ്രസന്റ് ഇൻ 10⁻⁶ പാർട്സ് ഓഫ് വാട്ടർ. നമ്മൾ 1 മില്യൺ വാട്ടർ എടുത്താൽ, അതായത് 10⁻⁶ പാർട്സ് വാട്ടർ എടുത്താൽ അതിൽ എത്ര പാർട്ട് കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് പ്രസന്റ് ആണ്? അതാണ് പാർട്സ് പെർ മില്യൺ. 10⁻⁶ പാർട്സ് വാട്ടർ എടുത്താൽ അതിൽ എത്ര പാർട്ട് കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ആയിട്ടുള്ള, കാൽഷ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് പ്രസന്റ് ആണ്? ദാറ്റ് ഇസ് പാർട്സ് പെർ മില്യൺ. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റിനെ എടുക്കുന്നത്? എന്തുകൊണ്ടാണ് കാൽഷ്യം കാർബണേറ്റ് എടുക്കുന്നത്? അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 100 ആണ്. കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലർ മാസ് ഇറ്റ് ഇസ് ഈക്വൽ ടു 100. കാൽക്കുലേഷന് ആ ഒരു നമ്പർ ഈസിയാണ്. കാൽഷ്യം കാർബണേറ്റിന്റെ 100 എന്നുള്ള മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേഷന്റെ ആ ഒരു പോർഷൻ വരുമ്പോഴേക്കും ഈസിയർ ആണ്. അതുകൊണ്ട് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് ആണ്, അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആയിട്ടാണ് ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് പാർട്സ് പെർ മില്യന്റെ ഡെഫിനിഷൻ ആണ്.
ഇനി 1 ppm ആണെങ്കിലോ, ഇത് പാർട്സ് പെർ മില്യന്റെ ഡെഫിനിഷൻ ആണ്. അത് 1 ppm ആണെങ്കിൽ, ppm യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് 1 ppm, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 part of calcium carbonate equivalent hardness present in 10⁻⁶ parts of water. സോ ppm എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി 1 ppm എന്ന് പറയുന്നത് എന്താണ്? 1 ppm എന്ന് പറയുമ്പോൾ 10⁻⁶ പാർട്സ് വാട്ടർ എടുത്താൽ അതിൽ ഒരു പാർട്ട് കാൽഷ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് ആയിരിക്കും. നമ്പർ ഓഫ് പാർട്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 1 ppm ആണെങ്കിൽ ആ നമ്പർ 1 ആണ്. 1 part of calcium carbonate equivalent hardness present in 10⁻⁶ parts of water. Then second unit, that is milligrams per liter. Milligram per liter. It is defined as number of milligrams of calcium carbonate equivalent hardness present in 1 liter of water. Milligrams per liter. ഒരു ലിറ്റർ വാട്ടർ എടുത്താൽ അതിൽ എത്ര മില്ലിഗ്രാം കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് പ്രസന്റ് ആണ്? 1 ലിറ്റർ വാട്ടർ എടുത്താൽ അതിൽ എത്ര നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് പ്രസന്റ് ആണ്? കാൽഷ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള എത്ര മില്ലിഗ്രാം ഹാർഡ്നെസ് ഉണ്ട്? അതാണ് മില്ലിഗ്രാംസ് പെർ ലിറ്റർ. രണ്ട് ഡെഫിനിഷന് മനസ്സിലായോ? ppmഉം മില്ലിഗ്രാംസ് പെർ ലിറ്ററിന്റെയും ഡെഫിനിഷൻസ് മനസ്സിലായോ? ഓക്കെ, ഇനി അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആ രണ്ട് യൂണിറ്റ്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എങ്ങനെയാണ് 1 milligram per liter എഴുതുക? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 milligram ആണ്. സോ 1 milligram of calcium carbonate equivalent hardness present in 1 liter of water. milligram per liter ആണ്. സ്മോൾ ലെറ്റർ L ആണത്. And we know 1 liter is approximately equal to 1 kilogram. 1 liter എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 kilogram ആണ്. 1 kilogram ഈക്വൽ ടു, അത് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1 kilogramനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1000 gram. 1 kilo ഈക്വൽ ടു 1000. 1 kilo ഈക്വൽ ടു 1000. So 1 kilogram equal to 1000 gram. Then again, we are converting this gram to milligram. 1000 milligram equal to 1 gram. അല്ലെ? 1000 milligram equal to 1 gram. Then അല്ലെങ്കിൽ 1 kilogram equal to 10⁻⁶ milligram. 1 kilogram equal to 10⁻⁶ milligram. നമ്മളിവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 milligram per liter എന്ന് പറയുന്നത് 1 milligram of calcium carbonate equivalent hardness present in 1 liter of water ആണ്. അങ്ങനെയാണെങ്കിൽ 1 milligram per liter എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 1 milligram of calcium carbonate equivalent hardness present in 1 ലിറ്ററിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 10⁻⁶ milligram യൂസ് ചെയ്യാം. 1 ലിറ്ററിന് പകരം നമുക്ക് 10⁻⁶ milligram യൂസ് ചെയ്യാം. 10⁻⁶ milligram തന്നെയാണ് 1 ലിറ്റർ. So 1 milligram per liter equal to 1 milligram of calcium carbonate equivalent hardness present per 10⁻⁶ milligram of water. 10⁻⁶ എന്ന് പറയുന്നത് എന്തായിരുന്നു? ppm പറയുമ്പോഴും നമ്മൾ 10⁻⁶ പാർട്സിലുള്ള ഹാർഡ്നെസ്സിനെയാണ് പറഞ്ഞത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 milligram per liter is equal to 1 ppm എന്ന് എഴുതാം.
1 milligram per liter equal to 1 ppm. സോ ഈ രണ്ട് യൂണിറ്റ്സ് ആണ് ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ppm ആൻഡ് milligram per liter. Both units are equal. 1 milligram per liter equal to 1 ppm. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ppm ആണ് യൂണിറ്റ് ആയിട്ട് എഴുതുന്നത് കേട്ടോ. മില്ലിഗ്രാം പെർ ലിറ്റർ എഴുതുന്നത് തെറ്റല്ല, കൺവീനിയന്റ് ആയിട്ട് നമ്മൾ ppm ആണ് എഴുതുന്നത്. ആ റിലേഷൻ മനസ്സിലായോ? ഓക്കെ. സോ ഇതുവരെ നമ്മൾ കണ്ടത് ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. ഇതൊക്കെ ഞാൻ വൈവൊക്കെ ചോദിക്കുന്നു പറഞ്ഞു. ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ, 2 types of hardness, temporary hardness and permanent hardness. Then units of hardness. അത്ര വരെയാണ് കണ്ടത്. ഇനി ഈ ഹാർഡ്നെസ്സിൽ വരാവുന്ന പ്രോബ്ലം അതിങ്ങനെയാണ്. ഒരു സാമ്പിൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സോൾട്സിന്റെ എമൗണ്ട് തന്നിരിക്കും. അത് യൂസ് ചെയ്ത് ആ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന ടെമ്പററി ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ് ആൻഡ് ടോട്ടൽ ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്രാവശ്യത്തെ S1-ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളൂ. A sample of water contains the following dissolved salts. Magnesium bicarbonate equal to 22 milligram per liter. Magnesium chloride equal to 30 milligram per liter. Calcium chloride equal to 85 milligram per liter. Calcium sulfate equal to 28 milligram per liter. You have to calculate the temporary and permanent hardness. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്താൽ പറയാം കേട്ടോ. ഓക്കെ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? A sample water contains the following dissolved salt. Magnesium bicarbonate MgHCO3 twice equal to 22 milligram per liter. Magnesium chloride MgCl2 equal to 30 milligram per liter. Calcium chloride
CaCl2 equal to 85 milligram per liter and calcium sulfate CaSO4 equal to 28 milligram per liter. Calculate the temporary and permanent hardness. എന്തൊക്കെയാണ് ആദ്യം ചോദിക്കട്ടെ, ഈ ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന സോൾട്ട്സ് ഏതൊക്കെയാണ്? ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന സോൾട്ട്സ് ഏതൊക്കെയാണ്? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാലും മതി, നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ കുറേ സമയം എടുക്കും. മാഗ്നീഷ്യം ബൈകാർബണേറ്റ്, മാഗ്നീഷ്യം ആൻഡ് കാൽഷ്യം മാത്രമല്ലല്ലോ, മാഗ്നീഷ്യം കാൽഷ്യം അവിടെയുള്ള കാറ്റയോൺസ് ആണ്. ആനിയോൺസ് വേണ്ടേ? സോൾട്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ കാറ്റയോൺസും ആനിയോൺസും ഉണ്ടാവും. അവിടെയുള്ള കാറ്റയോൺസ് ആണ് Mg2+ Ca2+. അതിന് ആനിയോൺസ് വേണ്ടേ? മാഗ്നീഷ്യം ബൈകാർബണേറ്റ്, ഓക്കെ, ബൈകാർബണേറ്റ് സൾഫേറ്റ് ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം. സോ ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ്? കാൽഷ്യം സൾഫേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ബൈകാർബണേറ്റ്, മാഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഈ 6 സോൾട്ട്സ് ആണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. ഇനി അവിടെ നിന്ന് ക്വസ്റ്റ്യനിൽ വരാവുന്ന ഒരു ലിസ്റ്റ് അതെന്താണെന്ന് വെച്ചാൽ, ഈ 6 കോമ്പൗണ്ട്സ് 6 സോൾട്ട്സിന് പുറത്ത് വേറെ ഏത് സോൾട്ട് തന്നാലും അത് ഹാർഡ്നെസ് കോസ് ചെയ്യില്ല. ഓക്കെ, ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യന് S1 ക്വസ്റ്റ്യൻ വന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ ചോദിച്ചിരുന്നു സോഡിയം ക്ലോറൈഡ്, അതിന്റെ എമൗണ്ടും തന്നിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡിന്റെ എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പൊ അധിക പേരുടെ പ്രോബ്ലത്തിലും ആൻസർ വരുമ്പോഴത്തേക്കും ആ സോഡിയം ക്ലോറൈഡിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ആൻസർ തെറ്റി. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ഹാർഡ്നെസ് കോസ് ചെയ്യോ? ഇല്ല. ഈ 6 കോമ്പൗണ്ട്സ് ആണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. സോഡിയം ക്ലോറൈഡ് ഹാർഡ്നെസ് കോസ് ചെയ്യില്ല. ഈ 6 കോമ്പൗണ്ട്സിന് പുറത്ത് ഏത് വന്നാലും അത് ഹാർഡ്നെസ് കോസ് ചെയ്യില്ല. ഇനി എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ടെമ്പററി ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ്. തന്നിരിക്കുന്ന സോൾട്ട്സിൽ ഏതൊക്കെ സോൾട്ട് ആണ് ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്, ഏതൊക്കെ സോൾട്ട്സ് ആണ് പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? പറഞ്ഞോളൂ, ഏതൊക്കെ സോൾട്ട് ആണ് ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? Magnesium bicarbonate, magnesium chloride, calcium chloride and calcium sulfate. മാത്രമേ ഉള്ളൂ? വേറെ ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, മാഗ്നീഷ്യം ബൈകാർബണേറ്റ് മാത്രമേ ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ബൈകാർബണേറ്റ്സ് ഓഫ് മാഗ്നീഷ്യം ആൻഡ് കാൽഷ്യം കോസ് ടെമ്പററി ഹാർഡ്നെസ്. ബാക്കിയുള്ള സോൾട്ട്സ് ഒക്കെ പെർമനന്റ് ഹാർഡ്നെസ് ആണ്. ഏതൊക്കെയാണ്? മാഗ്നീഷ്യം ക്ലോറൈഡ് പെർമനന്റ് ഹാർഡ്നെസ് ആണ്, കാൽഷ്യം ക്ലോറൈഡ് പെർമനന്റ് ഹാർഡ്നെസ് ആണ്, കാൽഷ്യം സൾഫേറ്റ് പെർമനന്റ് ഹാർഡ്നെസ് ആണ്. സോ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ പറഞ്ഞിരുന്നു ഹാർഡ്നെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് ഇക്വലൻസ് ആയിട്ടാണ്. എത്ര കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് ആണ് ആ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്നത്, അങ്ങനെയാണ് ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് തന്നിരിക്കുന്ന ഓരോ സാൾട്ടും എത്ര ഇക്വലന്റ് കാൽഷ്യം കാർബണേറ്റ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ കാൽഷ്യം കാർബണേറ്റ് ഇക്വലൻസ് ഓഫ് ഡിസോൾവ്ഡ് സോൾട്ട്സ്. ആദ്യത്തെ നമ്മുടെ സോൾട്ട് മാഗ്നീഷ്യം ബൈകാർബണേറ്റ്. എന്താണ് ചെയ്തിരിക്കുന്നത്? മാഗ്നീഷ്യം ബൈകാർബണേറ്റ് എത്ര എമൗണ്ട് പ്രസന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്?
22 milligram per liter. That 22 into 100. എന്താണ് ഈ 100? ഞാൻ യൂണിറ്റ് പറയുമ്പോൾ എന്തൊരു 100ന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. യെസ്, കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് ആണ് 100. 146 എന്തായിരിക്കും? യെസ് അനുശ്രീ, 146 എന്തായിരിക്കും? ഗസ് ചെയ്യാവോ? ഇങ്ങനെയാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഇക്വലൻസ് കാണുന്നത്. amount of the salt into molecular mass of calcium carbonate divided by molecular mass of the salt. Amount of the salt into molecular mass of calcium carbonate divided by molecular mass of the salt. So എന്താണ് ഈ 146? ഇവിടെയുള്ള 146 അതെന്താണ്? മോളിക്കുലർ മാസ് ഓഫ് ദ സോൾട്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന സോൾട്ട് മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ്. സോ മാഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ മോളിക്കുലർ മാസ് ആണ് 146 gram per mole. ഓക്കെ, എന്താണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാഗ്നീഷ്യം ബൈകാർബണേറ്റ് സോൾട്ടിന്റെ കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഈക്വൽ ടു 22 into 100. 22 എന്ന് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് ആണ്. മാഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ എമൗണ്ട് ആണ് ആ 22 into 100 മോളിക്കുലർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ദ സോൾട്ട്. മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ് ഇവിടുത്തെ സോൾട്ട്. ആ സോൾട്ടിന്റെ മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു 146 gram per mole. Then മാഗ്നീഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാഗ്നീഷ്യം ക്ലോറൈഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദിസ് ഈക്വൽ ടു 30 milligram per liter. So 30 into 100 molecular mass of calcium carbonate divided by molecular mass of magnesium chloride. It is equal to 95 gram per mole. Molecular mass of magnesium chloride equal to 95 gram per mole. Then calcium chloride, it is 85. ആ സാമ്പിൾ വാട്ടറിലുള്ള കാൽഷ്യം ക്ലോറൈഡ് സോൾട്ടിന്റെ എമൗണ്ട് ആണ് 85 ഇൻറ്റു മോളിക്കുലർ മാസ് ഓഫ് CaCO3 100 divided by 111 molecular mass of calcium chloride, which is equal to 111 gram per mole. Then calcium sulfate, 28 milligram per liter calcium sulfate ആ സാമ്പിൾ വാട്ടറിൽ പ്രസന്റ് ആണ്. സോ 28 into 100 molecular mass of calcium carbonate divided by molecular mass of calcium sulfate, that is equal to 136 gram per mole. എത്രയാണ് ഈ വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണെന്ന് നോക്കിക്കേ. ആ സാമ്പിൾ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന മാഗ്നീഷ്യം ബൈകാർബണേറ്റ് എത്ര ഇക്വലന്റ് കാൽഷ്യം കാർബണേറ്റ് ആണ്? സാമ്പിൾ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന മാഗ്നീഷ്യം ക്ലോറൈഡ് എത്ര ഇക്വലന്റ് കാൽഷ്യം കാർബണേറ്റ് ആണ്? അതുപോലെ കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്.
വാല്യൂസ് കിട്ടുന്നുണ്ടോ? മഗ്നീഷ്യം ബൈകാർബണേറ്റ് അത് എത്ര കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ആണ്? ഓക്കെ, 15.07. മാഗ്നീഷ്യം ക്ലോറൈഡ് ചെയ്തോ? കെമിസ്ട്രി 20.5 തന്നെയാണോ വന്നേ? നിങ്ങൾ നന്നായിട്ട് റൗണ്ട് ചെയ്യണ്ട കേട്ടോ. കാൽഷ്യം ക്ലോറൈഡ് ചെയ്യുന്നുണ്ടോ എല്ലാരും? റെസ്പോൺസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എല്ലാരും ചെയ്യുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? $76.5758. ഓക്കെ. കാൽഷ്യം സൾഫേറ്റ് ഓക്കെ ഫ്രം കാൽഷ്യം സൾഫേറ്റ് ഇതാണോ വന്നത്? 20.58. ഓക്കെ നന്ദന അങ്കിത നമ്മുടെ സാമ്പിൾ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓരോ സാൾട്ടും എത്ര ഇക്വലന്റ് കാൽഷ്യം കാർബണേറ്റ് ആണ് നമുക്ക് കിട്ടി അല്ലേ? ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 100 എവിടെയാണ് വരുന്നത്, മോളിക്കുലാർ മാസ് ഓഫ് ദ സോൾട്ട് അത് എവിടെയാണ് വരുന്നത്, അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ തിരിഞ്ഞു പോവാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. 100 എവിടെയാണ് വരുന്നത്, ആ മോളിക്കുലാർ മാസ് ഓഫ് ദ സോൾട്ട് എവിടെയാണ് വരുന്നത്. ഒന്നിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണെങ്കിൽ തന്നിരിക്കുന്ന എമൗണ്ടിനെ, എത്ര എമൗണ്ട് ആണ് ആ സോൾട്ട് ഉള്ളത്, അത് ഇൻറ്റു 100/146 എന്ന് ഓർത്ത് വെക്കുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത് അത് ഓർത്ത് വെക്കുക. ഒന്നുകിൽ ഈക്വേഷൻ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ എമൗണ്ട് എത്രയാണോ ആ വാല്യൂ ഇൻറ്റു 100/146. മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് ഇൻറ്റു 100/95. നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏത് മെത്തഡാണോ അത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഈ 6 സോൾട്സ് ആണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. സോ ഈ 6 സോൾട്സിന്റെയും മോളിക്കുലാർ മാസ് നമ്മൾ പഠിച്ചു വെക്കണം. 4 സോൾട്സിന്റെ മോളിക്കുലാർ മാസ് ഇപ്പൊ കിട്ടിയല്ലോ, അതൊന്ന് എഴുതിക്കോ കേട്ടോ. പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 4 സോൾട്സിന്റെയും മോളിക്കുലാർ മാസ് എഴുതി വെച്ചോളൂ. ഇനി ഇത്രയും ചെയ്തിട്ട് നമ്മൾ എന്താ വേണ്ടേ? We have to calculate temporary and permanent hardness. So how can we calculate temporary hardness? We know temporary hardness is due to the presence of bicarbonates of calcium and magnesium.
ഇവിടെയുള്ള ബൈകാർബണേറ്റ് ഏതാണ്? മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ്. സോ ഹിയർ the temporary hardness is due to magnesium bicarbonate and it is equal to 15.07 ppm. എക്സാമിന് നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടെമ്പററി ഹാർഡ്നെസ് ഈക്വൽ ടു ആ വാല്യൂ എന്ന് എഴുതി വെക്കുന്നതിന് മുമ്പ് അത് ഏത് കോമ്പൗണ്ട് കൊണ്ടാണ് ആ ഹാർഡ്നെസ് ഉണ്ടാവുന്നത് എന്ന് മെൻഷൻ ചെയ്യണം. ഇവിടെ ചെയ്തിരിക്കുന്നത് പോലെ ടെമ്പററി ഹാർഡ്നെസ് is due to magnesium bicarbonate and temporary hardness is equal to 15.07 ppm. എന്താണത്? 15.07 എന്തായിരുന്നു? എത്ര ഇക്വലന്റ് മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ഉണ്ടായിരുന്നു? അതാണ് ടെമ്പററി ഹാർഡ്നെസ്. Then permanent hardness എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? It is due to magnesium chloride, calcium chloride and calcium sulfate. സോ അതിൻ്റെ ഒക്കെ ഇക്വലൻസ് ആഡ് ചെയ്യാം. മാഗ്നീഷ്യം ക്ലോറൈഡ് 31.58, കാൽഷ്യം ക്ലോറൈഡ് 76.58, കാൽഷ്യം സൾഫേറ്റ് 20.58 എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇറ്റ് വിൽ ഗിവ് യു ദ പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് ദാറ്റ് സാമ്പിൾ വാട്ടർ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഏത് ഹാർഡ്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ഏത് സോൾട്ട് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഏത് സോൾട്ട് കൊണ്ടാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടായിരിക്കുന്നത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഏത് സോൾട്ട്സ് കൊണ്ടാണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടായിരിക്കുന്നത്, അത് എടുത്തെഴുതണം. അതിന് മാർക്കുണ്ട്. എന്നിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, ഡയറക്റ്റ് ആൻസർ ആണെങ്കിൽ അത് എഴുതുക. മനസ്സിലായോ? ഈ ടോട്ടൽ ഹാർഡ്നെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിലോ എന്ത് ചെയ്യും? നമ്മൾ ഈ 5th മൊഡ്യൂളിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു മാർക്ക് പോലും വിടാതെ ഫുൾ സ്കോർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പിന് പോലും ഒരു മാർക്ക് ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്ത് പോവും, നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യും. ബട്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു മാർക്ക് ഒരു സ്റ്റെപ്പിന് പോയി, ഒരു മാർക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിനും പോയി. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 2 മാർക്ക് മാത്രമേ ആൻസറിന് കിട്ടുള്ളൂ. ടോട്ടൽ ഹാർഡ്നെസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു ടെമ്പററി ഹാർഡ്നെസ് പ്ലസ് പെർമനന്റ് ഹാർഡ്നെസ്. ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു ടെമ്പററി ഹാർഡ്നെസ് പ്ലസ് പെർമനന്റ് ഹാർഡ്നെസ്. ഓക്കെ, എത്ര വരും? അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. ടോട്ടൽ ഹാർഡ്നെസ് ആണെങ്കിൽ എത്ര വരും? പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അല്ലേ? ഓക്കെ, അതെന്താ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ടോട്ടൽ ഹാർഡ്നെസ്സും കഴിഞ്ഞ പ്രോബ്ലത്തിലെ ടോട്ടൽ ഹാർഡ്നെസ്